ഇന്ന് തിരുവോണം. ആരവങ്ങളും ആഘോഷങ്ങളുമില്ലാതെ മലയാളക്കര. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഓണമൊരുക്കി സന്നദ്ധ പ്രവർത്തകർ. പ്രളയബാധിത മേഖലയിൽ പകർച്ചവ്യാധികൾ പടരുന്നത് തടയാനും ദുരിതബാധിതരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പ് ഓണാവധി കഴിയുന്നതോടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ പുനഃക്രമീകരിക്കും. പരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. സ്ലൂയിസ് വാൽവിന്റെ തകരാർ ഭാഗികമായി പരിഹരിച്ചു. ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനം വീണ്ടും ആരംഭിച്ചു. പ്രളയക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത് 265 പേരെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7000-ഓളം വീടുകൾ പൂർണ്ണമായും 50,000-ഓളം വീടുകൾ ഭാഗികമായും തകർന്നതായും മുഖ്യമന്ത്രി. കുതിരാനിലെ നിർമ്മാണം പൂർത്തിയായ തുരങ്കത്തിലൂടെ അവശ്യ സർവീസുകൾ ആരംഭിച്ചു. കാവൽ മാടങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ ഓണം സമാഗതമായി. ഇത്തവണത്തെ ഓണം പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ. മാവേലി നാടിന്റെ നന്മ മലയാളിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കേരളം തിരിച്ചറിയുകയാണ്. മാവേലിയുടെ കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് ചൊല്ലിപ്പഠിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. മനസ്സിലുറച്ച ആ നന്മയും സംസ്കാരവുമാണ് ഈ ദുരന്തകാലത്ത് മലയാളക്കരയെ രക്ഷിച്ചത്. മതത്തിനും രാഷ്ട്രീയത്തിനും പണത്തിനുമപ്പുറത്ത് നാമെല്ലാം ഒന്നാണ് എന്ന ചിന്തയാണ് പ്രളയകാലം മലയാളിയെ ഓർമ്മിപ്പിച്ചത്. ആ മനസ്സാണ് ഓണാഘോഷങ്ങളെ അകറ്റി നിർത്തുന്നതും. വീടും സമ്പാദ്യവും ഉടുതുണി പോലും ഇല്ലാതെ ഒരു വലിയ വിഭാഗം നോവനുഭവിക്കുമ്പോൾ എനിക്ക് മാത്രമെന്ത് ആഘോഷമെന്ന ചിന്തയാണ് ഓരോ മനസ്സിലും. ആഘോഷങ്ങൾക്ക് മാറ്റിവെച്ച തുക ദുരിതാശ്വാസത്തിനായി കൈമാറുകയാണ്. അരിയായും വസ്ത്രങ്ങളായും അവശ്യ വസ്തുക്കളായും ക്യാമ്പുകളിൽ എത്തിയ സഹായങ്ങൾക്ക് കണക്കില്ല. ആഘോഷങ്ങളില്ലാതെ ആരവമില്ലാതെ ഓണം ഒരു ഒഴിവു ദിനം പോലെ കടന്നുപോകും. പൂവിളിയും പൂക്കള മത്സരവുമില്ല, തുമ്പിതുള്ളലും ഊഞ്ഞാലാട്ടവുമില്ല. പക്ഷേ മനസ്സ് നിറയെ നന്മയുണ്ട്. എല്ലാ കണ്ണുകളിലും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും തിളക്കമുണ്ട്. അതുമതി തിരുവോണത്തിനെത്തുന്ന മാവേലി മന്നന്റെ മനസ്സ് നിറയാൻ. ന്യൂസ് ഡെസ്ക് TCV. മലയാളിക്ക് ഇത്തവണ ഓണാഘോഷം ഓർമ്മകളിൽ മാത്രം. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹിക നവോത്ഥാന നായകനുമായിരുന്ന MRBയുടെ മകളുമായ തങ്കമണിയുടെ ഓണസ്മൃതികളിലേക്ക്. കുട്ടിക്കാലത്തെ ഒരോണക്കാലത്തേക്ക് എൻ്റെ മനസ്സ് പോവുകയാണ്. ചെറുപ്പശ്ശേരിക്കടുത്ത് ചളവറ എന്നൊരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ അമ്മയുടെ വീട്. അവിടെ ഒരൊറ്റ പ്രാവശ്യമേ ഞാൻ ഓണത്തിന് പോയിട്ടുള്ളൂ. ആ ഓണം ഇന്നും എൻ്റെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്നുണ്ട്. ഓണം എങ്ങനെ ആഘോഷിക്കുക എന്നുള്ളത് അവിടെ ചെന്നിട്ടാണ് മനസ്സിലായത്. ഇത്രയും കേമായിട്ട് ആഘോഷിക്കുന്നുള്ളത്. കുട്ടികൾ വലിയൊരു തൊടി പറഞ്ഞാൽ പറമ്പ്. ആ പറമ്പിൽ കാണാത്ത പൂക്കളില്ല. നടുമുറ്റത്തൊരു ചെറിയ പൂക്കളിടും. അതിൽ ആൺകുട്ടികളും ഉണ്ടാവും പെൺകുട്ടികളും ഉണ്ടാവും. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പൂവിടൽ. ആ വലിയ പറമ്പിൽ ഓടിക്കളിക്കുക, ഒളിച്ച് കളിക്കുക. പിന്നെ നാരങ്ങ വാല നമ്മൾ 2 പെൺകുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും കൈ പിടിച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നൂർന്നിറങ്ങി പോവുക. പിന്നെ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇത്തിരി ദുഃഖിലേക്ക് പോകുള്ളൂ. കുറച്ച് അങ്ങോട്ട് അടിയുണ്ട്, എനിക്ക് മതിയെന്ന് പറഞ്ഞിരിക്കും. പിന്നെ വേറൊരു കളിയാണ്, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാലൊരു കളിയാണ്. എന്താ വെച്ചാൽ തായം കളിക്കുക. മഞ്ചാടിക്കുരുവാണ് അധികം. ചിലപ്പോൾ കല്ലും ഉണ്ടാവാറുണ്ട്. ധാരാളം കളികൾ. എനിക്കൊക്കെ എൻ്റെ ഒരു ഇഷ്ടം എന്തായിരുന്നു വെച്ചാൽ പറമ്പിലൊക്കെ ഓടി നടക്കുക എന്നുള്ളതാണ്. അന്നത്തെ ഒരു ഭംഗിയുണ്ട്, ഇന്നത്തെ ഭംഗി വേറെയാണ്. ഇന്നത്തെ ഭംഗി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടിടുന്നു. അന്ന് നമ്മുടെ
പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇടുന്നു. ആ ഒരു വ്യത്യാസം. പിന്നെ കാലം മാറും തോറും എല്ലാതും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ഇതും ആസ്വദിക്കുന്നുണ്ട്, പണ്ടത്തെ ആസ്വദിച്ചിട്ടുണ്ട്. നാട്ടിലെ പ്രളയക്കെടുതികൾ ഒന്നും അറിയാത്ത മകന്റെ ആഗ്രഹ സഫലീകരണത്തിനായി ഉത്രാടപ്പാച്ചിലിന് സമാനമായ ഒരു യാത്രക്കിറങ്ങിയതായിരുന്നു ആ അച്ഛൻ. മലയാളിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യം തേടിയായിരുന്നു ആ യാത്ര. അച്ഛൻ ഒരു കാര്യമുണ്ട്, ടീച്ചറെ നാളെ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയിട്ട് തപ്പോ? ഞാനും തപ്പ തന്നെ, എന്താ ചെയ്യാ, കുട്ടികളല്ലേ. അവിടെ ഒരു പൂക്കട കാണാണ്ടല്ലോ, അവിടെ പോയി ചോദിക്കാം. അവിടെ പറമ്പിലാ അവിടെ കിട്ടും. ചോദിച്ചോ. എന്റെ വീടിന്റെ അവിടെ നിൽക്കണ്ട. പൂക്കടക്കാരൻ പാടത്ത് പോയി തപ്പാനെ പറഞ്ഞ. ഇനിയിപ്പോ എവിടെ ഇപ്പൊ തപ്പാ? ഇവിടെ ഒന്നും കാണാനില്ല. ഇഷ്ടം ആ ചേട്ടാ, അയ്യോ ഇനിയിപ്പോ എവിടേക്ക് പോവാ? അവിടെ കിട്ടോ? പോവാ. ഈ ഭാഗത്തൊന്നും കാണാനില്ല. നടന്ന് വയ്യാണ്ടായിട്ട് ഇനിയിപ്പം നല്ല ചായ കുടിച്ചിട്ട് വരാം. ചേച്ചി ചായ എവിടെ? അവിടെ ഈ റോഡിന്റെ സൈഡിൽ കുറച്ച് പൂക്കളൊക്കെ കാണാണ്ടല്ലോ. കൊറേ സാധനങ്ങളുണ്ട്, ആവശ്യമുള്ള സാധനമില്ല. ഇല്ല, ഇനിയിപ്പോ ഒരു വഴിയുള്ളോ? ിലേക്ക് വീണ്ടും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചു. നിർമ്മാണ പ്രവൃത്തികൾക്കായി 3 മാസത്തേക്ക് അടച്ച തൃശൂരിലെ നെഹ്റു പാർക്കും ഓണത്തോടനുബന്ധിച്ച് തുറന്നു നൽകി. അതേസമയം അതിരപ്പള്ളി മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഇനിയും പ്രവേശനം അനുവദിച്ചിട്ടില്ല. കനത്ത മഴ ലഭിച്ചതോടെ പീച്ചിയിലെ ഡാമിന്റെ ഷട്ടർ തുറന്നപ്പോൾ ആയിരക്കണക്കിന് പേരാണ് പീച്ചിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ മഴ കൈവിട്ടു പോയതോടെ കേരളമൊട്ടാകെ മുങ്ങിയ പ്രളയമായി മാറുകയായിരുന്നു. ഇതോടെ പീച്ചി ഡാമിലേക്ക് സന്ദർശകരെ കടക്കാൻ അനുവദിച്ചിരുന്നില്ല. മഴയ്ക്ക് ശമനമായി ജലനിരപ്പ് താഴ്ന്നതോടെ പീച്ചിയിലേക്കുള്ള നിരോധനം നീക്കുകയായിരുന്നു. ഷട്ടറുകൾ പൂർണ്ണമായും താഴ്ത്തിയിട്ടില്ലാത്തതിനാൽ വെള്ളമൊഴുകുന്ന മനോഹര കാഴ്ചയും ഡാമിന്റെ സമീപത്തെ പ്രകൃതി രമണീയതയുമെല്ലാം ആസ്വദിക്കാനായി ഇനിയുള്ള അവധി ദിനങ്ങളിൽ നിരവധി പേരെത്തും. നവീകരണ പ്രവൃത്തികൾക്കായി 3 മാസത്തേക്ക് അടച്ച തൃശൂർ റൗണ്ടിലെ നെഹ്റു പാർക്ക് ഈ മാസം 28 വരെയാണ് തുറന്നുകൊടുത്തിരിക്കുന്നത്. അവധി ദിനങ്ങളിൽ കുട്ടികളുമായി നിരവധി കുടുംബങ്ങളെത്തുന്ന നെഹ്റു പാർക്ക് തുറന്നത് നഗരത്തിലെത്തുന്നവർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. പ്രധാനമായും ഉച്ചതിരിഞ്ഞാണ് പാർക്കിൽ സന്ദർശകരുടെ തിരക്ക്. വലിയ ആഘോഷങ്ങളൊന്നുമില്ലാത്ത ഇത്തവണത്തെ ഓണദിനങ്ങളിൽ കുടുംബത്തോടൊപ്പം അല്പം മാനസിക ഉല്ലാസത്തിന് അവസരമൊരുക്കുകയാണ് പീച്ചി ഡാമിലെ സുന്ദര കാഴ്ചകളും തൃശൂരിലെ നെഹ്റു പാർക്കും. TCV തൃശൂർ. ദുരന്തം പെയ്തിറങ്ങിയ പ്രളയബാധിത മേഖലയിൽ പകർച്ചവ്യാധികൾ പടരുന്നത് തടയാനും ദുരിതബാധിതരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പ്. പ്രളയക്കെടുതി വന്നപ്പോൾ തന്നെ DMOയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ആരോഗ്യമേഖല ഉണർന്നു പ്രവർത്തിച്ചതുമൂലമാണ്
ദുരിതബാധിതരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനായത്. ജില്ലയിലെ എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അവരവരുടെ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനും ഡെയിലി റിപ്പോർട്ട് നൽകാനും DMO കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇവർക്കാവശ്യമായ എല്ലാ സഹായവും DMO ഓഫീസിൽ നിന്ന് നൽകുക കൂടി ചെയ്തതോടെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തകരും കൂടുതൽ സജീവമായത്. IMA, KGMOA, പ്രൈവറ്റ് ഡോക്ടേഴ്സ് എന്നിങ്ങനെ മഹാരാഷ്ട്ര, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരടക്കം സേവന സന്നദ്ധരായി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും 40ഓളം ടീമുകളെ ജില്ലയിൽ നിന്ന് കൂടുതൽ പ്രളയം ബാധിച്ച മേഖലകളിലേക്ക് അയക്കാറുണ്ടെന്ന് DMO ഇൻചാർജ് ഡോക്ടർ ബിന്ദു തോമസ് പറഞ്ഞു. ഓരോ ദിവസവും 38-40 അഡീഷണൽ ടീം നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ കൂടുതൽ അഫക്റ്റഡ് ആയ സ്ഥലങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മരുന്ന് ഞങ്ങളുടെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി നൽകുന്നുണ്ട്. അതല്ലാതെ തന്നെ ഒത്തിരി വോളണ്ടറി ഏജൻസീസ് ഞങ്ങൾക്ക് മരുന്നുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ മുഴുവൻ ഞങ്ങൾ ഓരോ ദിവസവും തലേദിവസവും പിറ്റേ ദിവസം പോകുന്ന ക്യാമ്പിലേക്കുള്ളത് സോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഓരോ ബോക്സായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ദുരന്ത സമയത്ത് എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് എല്ലാ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടീം വർക്ക് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കംപ്ലൈൻറ്റ് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയാണ് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നത്. മറ്റു ധാരാളം വോളണ്ടറി ഏജൻസികൾ മുഖേനയും ആവശ്യത്തിലധികം മരുന്നുകൾ DMO ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നഴ്സസ് അസോസിയേഷൻ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഓരോ ക്യാമ്പിലേക്കുമുള്ള മരുന്നുകൾ തരംതിരിച്ച ബോക്സുകളിലാക്കി നൽകുന്നത്. DMO അടക്കമുള്ളവർ രാവു പകലാക്കിയാണ് സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ ആരോഗ്യമന്ത്രി ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചിരുന്നുവെന്നതും ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ആഹ്ലാദം നൽകുന്നതാണ്. TCV തൃശൂർ. ഇടവേള. സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ പുനഃക്രമീകരിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നടപടിക്ക് ഒരുങ്ങുന്നു. ഓണാവധി കഴിഞ്ഞ് സ്കൂളുകൾ 29-ന് തുറക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പലയിടങ്ങളിലും സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇതുമൂലം സ്കൂളുകൾ 29-ന് തുറക്കാനാകുമോ എന്ന ആശങ്കയാണ് സംജാതമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്നാൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ബദൽ സംവിധാനങ്ങൾ പലയിടത്തും ലഭ്യമല്ലാത്തത് ഭീഷണിയാകുന്നുണ്ട്. അതേസമയം ഓണപരീക്ഷ സെപ്റ്റംബർ അവസാന വാരത്തിൽ നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അധ്യയന ദിവസങ്ങൾ ക്രമാതീതമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ SSLC പരീക്ഷ മാർച്ച് അവസാനത്തിലേക്ക് മാറ്റിയിരുന്നു. നിപ രോഗവും പ്രളയവും മൂലം കൂടുതൽ അധ്യയന ദിവസങ്ങൾ നഷ്ടമായ സാഹചര്യത്തിൽ SSLC പരീക്ഷ ഇനിയും നീട്ടേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട്. അതേസമയം പ്രളയക്കെടുതിയിൽ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവർക്ക് സെപ്റ്റംബർ 30-നകം വിതരണം ചെയ്യാൻ സർവകലാശാലകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകളുടെ തകരാർ പരിഹരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്ലൂയിസ് വാൽവുകളുടെ തകരാർ ഭാഗികമായി പരിഹരിച്ചു. കൂറ്റൻ മരങ്ങൾ ഒഴുകിവന്ന് അടിഞ്ഞതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ ഇതുവരെ താഴ്ത്താൻ സാധിച്ചിട്ടില്ല. മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് കോഴിക്കോട്ട് നിന്ന് ഖലാസികൾ എത്തിയിട്ടുണ്ടെങ്കിലും മുറിച്ചു മാറ്റുന്ന ജോലികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഇവരെ സഹായിക്കാനായി വാഴച്ചാൽ റേഞ്ചിലെ വനപാലകരും ആദിവാസികളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരത്തെ കേന്ദ്രസേന എത്തി ഷട്ടറിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ചെറുമരങ്ങളും മുളങ്കൂട്ടങ്ങളും വെട്ടിമാറ്റിയിരുന്നു. വിഷപ്പാമ്പുകൾ ചുറ്റിപ്പിണഞ്ഞ് കിടന്നിരുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റുന്നത് ഭഗീരഥ പ്രയത്നമായിരുന്നു. ഇതിനുശേഷം മറ്റ് ഏജൻസികൾ വന്നെങ്കിലും മരം മുറിച്ചു മാറ്റുന്ന ദൗത്യം വിജയപ്രദമായില്ല. മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഡാം പൂർവ്വസ്ഥിതിയിൽ ആക്കാനായേക്കും. അതേസമയം ഡാമിലെ സ്ലൂയിസ് വാൽവുകൾ ഭാഗികമായി താഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഷട്ടർ താഴ്ത്താൻ സാധിക്കാത്തതിനാൽ ഡാമിൽ സംഭരിക്കേണ്ട വെള്ളം തുടർച്ചയായി ഒഴുകിപ്പോകുന്നതാണ് തലവേദനയാകുന്നത്. പറമ്പിക്കുളത്ത് നിന്നും ജലപ്രവാഹം കുറഞ്ഞതിനാൽ ചാലക്കുടി പുഴയിൽ താരതമ്യേന ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ്. അതേസമയം ഷട്ടറിന് ചെറിയ തകരാർ ഉള്ളതൊഴിച്ചാൽ ഡാമിന് മറ്റ് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് KSEB അധികൃതർ അറിയിച്ചു. 10 ദിവസത്തിലേറെയായി നിർത്തിവെച്ച ചിമ്മിനി ജലവൈദ്യുതി പദ്ധതിയുടെ ഉൽപ്പാദനം വീണ്ടും ആരംഭിച്ചു. വെള്ളിയാഴ്ച ഡാമിന്റെ ഡിസ്പെർഷൻ വാൽവ് വഴി വെള്ളം ജനറേറ്ററിന്റെ ടർബൈനുകളിലെ എത്തിച്ച് ഉൽപ്പാദനവും വിതരണവും തുടങ്ങുകയായിരുന്നു. വരന്തരപ്പള്ളി പ്രദേശത്ത് വൈദ്യുതി ലൈനിൽ തകരാറുണ്ടായിരുന്നതിനാൽ 1 മണിക്കൂർ വൈകിയാണ് ഉൽപ്പാദനം ആരംഭിച്ചത്. വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയതോടെ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 1 സെന്റിമീറ്ററാക്കി താഴ്ത്തി. ജലനിരപ്പ് ഉയർന്നതോടെ കഴിഞ്ഞ 10-നാണ് ചിമ്മിനി ഡാം തുറന്നത്.
തുടർന്ന് വൈദ്യുതി ഉൽപ്പാദനവും തുടങ്ങിയിരുന്നു. പിന്നീട് വെള്ളം ക്രമാതീതമായി ഉയരുകയും വൈദ്യുതി ലൈനിൽ വ്യാപകമായി തകരാർ സംഭവിക്കുകയും ചെയ്തതോടെ ഉൽപ്പാദനം നിർത്തിവെക്കുകയായിരുന്നു. പ്രളയക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത് 265 പേരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7000-ഓളം വീടുകൾ പൂർണ്ണമായും 50,000-ഓളം വീടുകൾ ഭാഗികമായും തകർന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 8.5 ലക്ഷത്തോളം പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. പ്രളയ ദുരന്തത്തിൽ നഷ്ടം നേരിട്ടവർക്ക് സർക്കാർ വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ നൽകാം. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ സൗജന്യ സേവനം ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ മാസം 30-ന് പരീക്ഷണാടിസ്ഥാനത്തിൽ അദാലത്ത് നടത്തും. ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് പോകുന്നവർക്ക് 10,000 രൂപ നൽകും. മാലിന്യ സംസ്കരണത്തിന് ജാഗ്രത വേണം. മാലിന്യ നിക്ഷേപത്തിന് പഞ്ചായത്തുകൾ സ്ഥലം കണ്ടെത്തണം. ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിച്ചു നൽകാൻ ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് UAE സഹായത്തിൽ അവ്യക്തതയില്ലെന്നും പ്രധാനമന്ത്രിയും UAE ഭരണാധികാരിയുമാണ് ഇക്കാര്യം സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുതിരാനിലെ നിർമ്മാണം പൂർത്തിയായ തുരങ്കത്തിലൂടെ അവശ്യ സർവീസുകൾ ആരംഭിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കടന്നുവരുന്ന വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാൻ വേണ്ടിയാണ് പുതിയ ക്രമീകരണം. അവശ്യ സാഹചര്യങ്ങളിൽ കടന്നുവരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ ഗതാഗതം അനുവദിക്കുന്നത്. ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ്, ദുരിതാശ്വാസ വാഹനങ്ങൾ എന്നിവയ്ക്കാണ് പ്രവേശനമുള്ളത്. തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ ഭീഷണി ഒരു പരിധിവരെ ഒഴിവായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. റോഡ് തകർന്നതും മണ്ണിടിച്ചിലും മൂലം കുതിരാൻ മേഖലയിൽ തൃശൂർ-പാലക്കാട് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് തുരങ്കപാതയിലൂടെ അവശ്യ സർവീസ് ആരംഭിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തത്. വെള്ളം കയറി താമസിക്കാൻ നിർവാഹമില്ലാതെ ബന്ധുവീടുകളിൽ അഭയം തേടിയ കാണിപ്പയ്യൂർ മാന്തോപ്പ് കോളനി നിവാസികൾക്ക് ഓണസദ്യ ഒരുക്കിയത് കുന്നംകുളം ACP സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. കസേരയിട്ട് ഇലയിട്ട് വിളമ്പി അവരോട് ചിരിച്ചും കുശലം പറഞ്ഞും പോലീസുകാർ ഒപ്പം നിന്നത് കോളനിയിലെ 18ഓളം വരുന്ന ദുരിതബാധിതർക്ക് തെല്ലൊന്നുമല്ല ആശ്വാസകരമായത്. ജലമൊഴുക്ക് ശക്തമായ പാറന്നൂർ കേച്ചേരി റോഡിൽ കുത്തിയൊഴുകുന്ന ജലത്തിന് ഇരുവശത്തും ദിവസങ്ങളോളം കാത്തുനിന്ന പോലീസ് അടിയന്തര സാഹചര്യമുള്ളവരെ കയറുകെട്ടി പാത മുറിച്ചു കടക്കാൻ സഹായിച്ചതും റോഡിൽ കുടുങ്ങിയ നൂറുകണക്കിന് യാത്രക്കാർക്ക് പുനരധിവാസത്തിന് ഓടി നടന്നതും കുന്നംകുളം എളുപ്പം മറക്കാനിടയില്ല. പ്രളയപ്രദേശമായി മുദ്രകുത്തപ്പെടാതിരുന്ന മാന്തോപ്പിലെ ഈ 6 കുടുംബങ്ങളുടെ ദുരിതം അത്ര പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല. തേക്കാത്ത ചുമരുകൾ കുതിർന്നിരിക്കുന്നതിനാൽ ഇവിടെ തൽക്കാലം താമസയോഗ്യമാകില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ഇവരുടെ പുനരധിവാസത്തിന് എന്ത് സാധ്യതകളെന്ന് ഇവർക്കും അറിയില്ല. ഉള്ള വീടുകൾക്ക് നമ്പർ ഇല്ലെന്നതിനാലാണ് പഞ്ചായത്തിനും തലവേദനയാകുന്നത്. പരിസരവാസികളും സന്നദ്ധ സംഘടനകളും നൽകിയ സഹായത്തിലാണ് ഇവർക്ക് ഭക്ഷണവും ആവശ്യമായ സാധനങ്ങളും എത്തിച്ചത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും സന്മനസ്സുകളുടെ കാരുണ്യം ഉണ്ടായേ തീരൂ. അതിന്റെ ആദ്യപടി എന്നോണമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കോളനി നിവാസികൾക്ക് വിരുന്ന് നൽകിയത്. നിങ്ങൾ ഭയപ്പെടേണ്ടെന്നും ഞങ്ങൾ ഒപ്പമുണ്ടെന്നും ACP സിനോജ് പറഞ്ഞപ്പോൾ ക്യാമ്പിലെ പ്രായമായ വല്യമ്മയ്ക്ക് കരച്ചിലടക്കാനായില്ല. പോലീസ് എന്നാൽ സുഹൃത്തു കൂടിയാണെന്നാണ് കുന്നംകുളത്തെ ഈ പോലീസുകാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. TCB കുന്നംകുളം. ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച ചിറക്കക്കോട് ആനന്ദനഗർ പ്രദേശവാസികൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ശക്തമായ ഉരുൾപൊട്ടലിൽ കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും വെള്ളവുമാണ് വീടുകളിലേക്ക് ഒഴുകിയെത്തിയത്. മാടക്കത്ര പഞ്ചായത്തിലാണ് ചിറക്കക്കോട് ആനന്ദനഗർ പ്രദേശം. ശക്തമായ മഴയിൽ 16-ന് രാവിലെയാണ് അതിഭീകരമായ ഉരുൾപൊട്ടലുണ്ടായത്. വൻ ശബ്ദത്തോടെയാണ് കുന്നിന് മുകളിൽ നിന്ന് മണ്ണും കല്ലും വെള്ളവും മരങ്ങളും താഴേക്ക് കുത്തിയൊലിച്ച് ഒഴുകിയെത്തിയത്. ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും തകർന്നു. വന്നേരി ഉഷയുടെ വീടാണ് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്നത്. വീടിനുള്ളിലേക്ക് വരെ വെള്ളവും മണ്ണും ഇരച്ചെത്തി. ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഉഷ പറഞ്ഞു. ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. വലിയ ശബ്ദം കേട്ടു. അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങി ഓടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ജീവൻ അപകടപ്പെടാണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിവിടെ താമസിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശത്തെ 10ഓളം വീട്ടുകാരാണ് ഇപ്പോഴും ഭീതിയിൽ കഴിയുന്നത്. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട്. അപകട സാധ്യതയെ തുടർന്ന് പ്രദേശത്തെ 10ഓളം വീട്ടുകാർ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. 10 വീട്ടിൽ നിന്നായി 35ഓളം പേർ ക്യാമ്പിൽ കഴിയുന്നതായി പഞ്ചായത്ത് അംഗം സുധീഷ് പറഞ്ഞു. ഇപ്പോൾ ഉള്ള സ്ഥിതി വെച്ച് ഈ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്.
ഇവിടെ സ്കൂൾ തുറക്കുന്നത് 29-ാം തീയതി വരെയാണ്, 28-ാം തീയതി വരെയാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ KVK സംസാരിച്ച് നമ്മൾ അങ്ങോട്ട് മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ഉരുൾപൊട്ടിയ സ്ഥലത്തെ കല്ലുകൾ ഇപ്പോഴും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകട സാധ്യതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിനാൽ അപകട ഭീഷണിയായി നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കേണ്ടി വരുമെന്ന് മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് PS വിനയൻ പറഞ്ഞു. ഉരുൾ പൊട്ടി നിൽക്കുന്ന പ്രദേശത്ത് ഒരു ഭീഷണി ഉള്ളതുകൊണ്ടാണ് അവരിപ്പോൾ വീണ്ടും വെള്ളാനിക്കര യൂണിവേഴ്സിറ്റി സ്കൂളിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം, ജിയോളജിസ്റ്റിൻ്റെ വിദഗ്ധ അഭിപ്രായം അനുസരിച്ച് പൊട്ടി നിൽക്കുന്ന പാറക്കല്ലുകളും മണ്ണും അവിടെ സ്റ്റെബിലിറ്റി ഉറപ്പിക്കുക, അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, കൂടാതെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഉറപ്പിക്കലും മാറ്റലും കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ ഉരുൾപൊട്ടിയ പ്രദേശത്ത് മലയെ സുരക്ഷപ്പെടുത്താവുന്ന പ്രക്രിയയിലേക്കാണ് പോകുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടും പറമ്പിലേക്കും വീടുകളിലേക്കും ഒലിച്ചിറങ്ങിയ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാനായിട്ടില്ല. അതിഭയങ്കരമായ ഭീതിയിലാണ് ചെറക്കകോട് നിവാസികൾ. വീണ്ടും ഉരുൾപൊട്ടുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ചെറക്കകോടെ 10ഓളം കുടുംബങ്ങൾ ക്യാമ്പിൽ കഴിയുന്നത്. ക്യാമറമാൻ അലക്സിനൊപ്പം ഫിന്നി ലൂയിസ്, TCV ന്യൂസ്. പെരുമ്പളിശ്ശേരിയിൽ ബസ്സും കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ബൈക്ക് യാത്രികനായ ചെവൂർ ചെറുവത്തേരി മനക്കുളത്ത് പറമ്പിൽ നാരായണനാണ് മരിച്ചത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂർക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുന്നിൽ പോയിരുന്ന കാറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ നാരായണനെ ചെയർപാക്സ് പ്രവർത്തകർ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടവേള. അയ്യന്തോൾ കുറിഞ്ഞാക്കൽ തുരുത്തിലേക്കുള്ള ബണ്ട് റോഡും കടവും കോർപ്പറേഷനും നാട്ടുകാരും ചേർന്ന് സഞ്ചാരയോഗ്യമാക്കി. വെള്ളക്കെട്ടിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ കുറിഞ്ഞാക്കൽ തുരുത്തിലെ ദുരിത ജീവിതം TCV വാർത്തയായി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കൗൺസിലർ രജനി വിജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ശ്രമദാനവുമായി രംഗത്തെത്തിയത്. പുല്ലഴിയിൽ നിന്ന് തുരുത്ത് വരെയുള്ള ബണ്ട് റോഡ് ചണ്ടിയും മാലിന്യങ്ങളും അടിഞ്ഞ് വൃത്തിഹീനമായിരുന്നു. ഇവയെല്ലാം നീക്കം ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി. തുരുത്തിനോട് ചേർന്നുള്ള വഞ്ചിക്കടവിലെ പായലും ചണ്ടിയുമെല്ലാം നീക്കം ചെയ്യുന്ന ദൗത്യവും നാട്ടുകാർ ഏറ്റെടുത്തു. ചണ്ടി നീങ്ങിയതോടെ കടത്തുവഴി വഞ്ചിയിൽ ജനങ്ങൾക്ക് പ്രവേശിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ചെമ്പൂക്കാവിൽ ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. വെളുത്തൂർ നമ്പിയത്ത് ഉണ്ണികൃഷ്ണൻ ഭാര്യ 52 വയസ്സുള്ള വിജയലക്ഷ്മിയാണ് മരിച്ചത്. ബന്ധു മരിച്ചതിനെ തുടർന്ന് കണിമംഗലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പാട്ടിരായ്ക്കൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു വിജയലക്ഷ്മിയെ ഓഫീസിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഉണ്ണികൃഷ്ണൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന വയോധിക മരിച്ചു. വലിയ പണിക്കൻ തുരുത്ത് കറുപ്പം വീട്ടിൽ പരേതനായ ഹക്കീമിന്റെ ഭാര്യ 68 വയസ്സുള്ള റുക്കിയയാണ് മരിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി ക്യാമ്പിൽ നിന്നും മെഡിക്കെയർ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഇവർ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. വിലപിടിച്ചതെല്ലാം പ്രളയം കവർന്നെങ്കിലും താൻ നിധി പോലെ സൂക്ഷിക്കുന്ന മെഡലുകൾ നഷ്ടപ്പെടാതിരുന്നതിന്റെ ആശ്വാസത്തിലാണ് നെല്ലായി പന്തല്ലൂർ സ്വദേശിയായ കൊഴുപ്പുള്ളി വീട്ടിൽ അശോകൻ. 24 വർഷം മുൻപ് രാഷ്ട്രപതിയും മുഖ്യമന്ത്രിയും സമ്മാനിച്ച ധീരതയ്ക്കുള്ള ജീവൻ രക്ഷാ പതക്കങ്ങൾ അശോകന്റെ വീട്ടിൽ ഭദ്രമാണ്. പന്തല്ലൂരിൽ കുറുമാലിപ്പുഴയ്ക്ക് സമീപമാണ് അശോകന്റെ വീട്. 15-ന് ഉച്ച മുതലേ പുഴ കവിഞ്ഞൊഴുകി വീട്ടിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. മൺചുമരുകളുള്ള വീട് സുരക്ഷിതമല്ലെന്ന് അറിയാവുന്നതിനാൽ മുൻകരുതലെന്ന നിലയിൽ അശോകൻ ഭാര്യയെയും മകനെയും മുരിയാടുള്ള ബന്ധുക്കളുടെ അടുത്താക്കി. തിരികെ എത്തുമ്പോൾ മുറ്റത്ത് ജലനിരപ്പ് ഉയർന്നിരുന്നു. വീട്ടിനുള്ളിൽ നിന്ന് സാധനങ്ങൾ എടുത്തുമാറ്റാൻ ശ്രമിക്കും മുൻപേ വീട് പകുതിയോളം മുങ്ങി. തുടർന്ന് കൊടകരയിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടുകയായിരുന്നു അശോകൻ. മഴയും പ്രളയക്കെടുതികളും ഒഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീട് ഏറെക്കുറെ തകർന്ന നിലയിലായിരുന്നു. ഭിത്തികളിടിഞ്ഞ് ഏതു നിമിഷവും നിലം പൊത്താറായ വീടിനുള്ളിൽ കയറിയ അശോകൻ ആദ്യം തിരഞ്ഞത് തനിക്ക് ലഭിച്ച മെഡലുകളാണ്. അലമാരയ്ക്കുള്ളിൽ അവ ഭദ്രമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത ആഹ്ലാദമാണ് ഉള്ളിലുണ്ടായതെന്ന് അശോകൻ പറഞ്ഞു. മെഡലും അതുപോലെ തന്നെ കുറെ പേപ്പേഴ്സുകളും പോയില്ലേ, ആധാരം പോയി, അതുപോലെ തന്നെ വേറെ കുറച്ച് പേപ്പേഴ്സുകളൊക്കെ പോയി. അതിനിപ്പോൾ ഈ മണ്ണൊക്കെ എടുത്തതിന് ശേഷം അവിടെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. 1982 മാർച്ച് 11-ന് കുറുമാലിപ്പുഴയിലെ നെല്ലായി ഇറിഗേഷൻ കടവിൽ തോണിമറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേരെ അശോകൻ സാഹസികമായി രക്ഷപ്പെടുത്തിയിരുന്നു. 3 പേരെ ചെങ്ങാലൂർ സ്വദേശി ആന്റണിയും രക്ഷപ്പെടുത്തി.
ചെങ്ങാലൂരിൽ പ്രാർത്ഥനയ്ക്ക് പോയി മടങ്ങുകയായിരുന്ന 11 പേരടങ്ങിയ സംഘം സഞ്ചരിച്ച തോണിയാണ് പുഴയുടെ മധ്യത്തിൽ വെച്ച് മറിഞ്ഞത്. അപകടത്തിൽ 4 പേർ മരിച്ചു. പിറ്റേന്ന് നേവിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ എത്തിയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വഞ്ചി മുങ്ങി അതിൽ ഒരു 5 പേരെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നെ 2 പേരെ അതിൻ്റെ അടുത്തപ്പോൾ രക്ഷപ്പെടുത്തി. 4 പേര് അതിൽ മരിക്കും ചെയ്തു. തന്റെ കൊച്ചുവീട്ടിൽ നിധി പോലെ സൂക്ഷിക്കുകയാണ് അശോകൻ ഈ മെഡലുകൾ. ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച അശോകനെ ഇറിഗേഷൻ വകുപ്പിലെ സ്ഥിരം ജീവനക്കാരനാക്കണമെന്ന ആവശ്യമുയർന്നിരുന്നുവെങ്കിലും ഇപ്പോഴും ചേലക്കരയിൽ താൽക്കാലിക പമ്പ് ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് അശോകൻ. TCV കൊടകര. പ്രളയക്കെടുതി മൂലം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന എല്ലാവർക്കും ഭക്ഷണ സാമഗ്രികൾ അടങ്ങിയ കിറ്റുകൾ നൽകുമെന്ന് മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എന്നിവർ അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ദുരിതാശ്വാസ അവലോകന യോഗത്തിലാണ് മന്ത്രിമാർ ഇക്കാര്യം അറിയിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിടേണ്ടതുണ്ടെങ്കിൽ തഹസിൽദാർമാരുടെ ഉത്തരവ് പ്രകാരം വില്ലേജ് ഓഫീസർമാർ നടപ്പാക്കണം. പഞ്ചായത്ത് പ്രസിഡന്റുമാരായി കൂടിയാലോചന നടത്തുകയും വേണം. ക്യാമ്പിൽ നിന്ന് ആരെയും നിർബന്ധമായും പിരിച്ചുവിടരുത്. വീടുകൾ പൂർണ്ണമായും നശിച്ചവരെ 29-നകം സ്ഥിരമായ ക്യാമ്പുകളിൽ പാർപ്പിക്കണം. വീടുകൾ തകരാൻ സാധ്യതയുള്ളവരെയും ക്യാമ്പിൽ പാർപ്പിക്കണം. ക്യാമ്പ് വിടുന്നവർക്ക് റേഷൻ അരിക്ക് പുറമെ 5 കിലോ അരി അധികമായി നൽകാനും തീരുമാനമായി. ജില്ലയിൽ 549 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 48,612 കുടുംബങ്ങളിലായി 1,89,798 പേരാണ് നിലവിലുള്ളത്. വടക്കാഞ്ചേരി നഗരസഭാ യോഗത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ചെയർപേഴ്സൺ ഇറക്കിവിട്ടു. ദുരന്ത നിവാരണവും ശുചീകരണ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നാണ് ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് മാധ്യമപ്രവർത്തകരെ അകാരണമായി ഇറക്കിവിട്ടത്. ഇത് തന്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലമാണെന്നും അനുവാദമില്ലാതെ യോഗത്തിൽ പ്രവേശിക്കരുതെന്നും ആക്രോശിക്കുകയായിരുന്നു ചെയർപേഴ്സന്റെ സ്വേച്ഛാധിപത്യ തീരുമാനത്തിൽ പ്രതിഷേധിച്ച UDF കൗൺസിലർമാരും BJP കൗൺസിലറും യോഗം ബഹിഷ്കരിച്ചു. ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചെയർപേഴ്സന് എന്താണ് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനുള്ളതെന്നും പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണെന്നും പ്രതിപക്ഷ കൗൺസിലർ K. അജിത് കുമാർ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനവും ഒറ്റ കെട്ടായി പ്രവർത്തിച്ചിട്ടാണ് ഈ ദുരന്തത്തെ നമ്മൾ നേരിടുന്നത്. ആ കാര്യങ്ങൾ അപ്പോൾ അറിയിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർ വഹിച്ച പങ്ക് ചെറുതല്ല. ഈ ദുരന്തത്തിന് ശേഷം ശുചീകരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെയും കൗൺസിലർമാരെയും വിളിച്ച യോഗത്തിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാതിരിക്കും. കാരണം ഇതിന് വലിയ പ്രചരണമാണ്. എങ്ങനെ ശുചീകരണം നടത്തണം, ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് നഗരസഭാ കൗൺസിലർമാരോ കുറച്ച് ഉദ്യോഗസ്ഥന്മാരോ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല. തുടർന്ന് മാധ്യമപ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകനായ V. മുരളി, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ശശികുമാർ കൊടക്കാടത്ത്, സെക്രട്ടറി മണികണ്ഠൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. പ്രതിഷേധവുമായി രംഗത്തെത്തിയ മാധ്യമപ്രവർത്തകരെ വൈസ് ചെയർമാൻ അനൂപ് കിഷോർ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ഏറെ വേദനാജനകമാണെന്ന് അറിയിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇത് ഒരിക്കലും നഗരസഭയുടെ നയമല്ലെന്നും വ്യക്തിതാൽപര്യം മാത്രമാണെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു. നഗരസഭയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തിയ ചെയർപേഴ്സന്റെ ഏകാധിപത്യ നടപടിയിൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രതിഷേധം രേഖപ്പെടുത്തി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇത്തരം പ്രവണതകൾ വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്നും യോഗം വിലയിരുത്തി. TCV വടക്കാഞ്ചേരി. ഇടവേള. ഫ്രണ്ട്സ് പുഷ്പഗിരിയുടെ ആഭിമുഖ്യത്തിൽ കല്യാൺ ഗ്രൂപ്പിന്റെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പുഷ്പഗിരി കല്യാണ മണ്ഡപത്തിൽ നടന്ന ഓണക്കിറ്റ് വിതരണം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമൻ, കൗൺസിലർ വി രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, ഫ്രണ്ട്സ് പുഷ്പഗിരി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അരിയും 15 തരം പലവ്യഞ്ജനങ്ങളും സാരിയും ഉൾപ്പെടെയുള്ള 1300 ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. പ്രളയത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി 6 പേരെ രക്ഷപ്പെടുത്തിയ യുവാക്കൾക്ക് നാടിന്റെ ആദരം. എരുമപ്പെട്ടി, മുട്ടിക്കൽ, കുണ്ടന്നൂർ പ്രദേശങ്ങളിലുള്ള യുവാക്കളാണ് സാഹസികമായ രക്ഷാദൗത്യം നിറവേറ്റിയത്.
വാഴാനി ഡാം തുറന്നുവിട്ടതോടെ വടക്കാഞ്ചേരി കേച്ചേരി പുഴ കരകവിഞ്ഞൊഴുകി. കുണ്ടന്നൂർ വെട്ടിക്കൽ പാലത്തിന് മുട്ടിക്കൽ പാലത്തിന് മുകളിലൂടെ ആളുയരത്തിലാണ് പുഴ പരന്നൊഴുകിയത്. പുഴക്കരയിലുള്ള പ്രദേശങ്ങൾ നിലയില്ലാത്ത വെള്ളത്തിലകപ്പെട്ടു. കുണ്ടന്നൂർ വെട്ടിക്കൽ പാലത്തിന് സമീപത്തുള്ള പറമ്പിൽ പന്നിഫാം നടത്തിയിരുന്ന മുരളി എന്ന മധ്യവയസ്കനെയാണ് ഇവർ ആദ്യം രക്ഷപ്പെടുത്തിയത്. ഒഴുക്കിൽപ്പെട്ട് മതിലിൽ പിടിച്ച് കിടന്നിരുന്ന മുരളിയെ നീന്തിച്ചെന്ന് അതിസാഹസികമായാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. ഒഴുക്കിന്റെ ശക്തിയിൽ ഫയർഫോഴ്സ് പോലും മടിച്ചു നിന്നപ്പോഴാണ് ഈ യുവാക്കൾ രക്ഷാദൗത്യം ഏറ്റെടുത്തത്. അവരുടെ അനുഭവങ്ങളിലേക്ക്. കുണ്ടന്നൂർ വെട്ടിക്കൽ പാലത്തിൻ്റെ അവിടെ ഒരു മുരളി എന്ന് പറഞ്ഞ ചേട്ടൻ ആളവിടെ ഇങ്ങനെ പാടത്തിൻ്റെ നടുക്കിലായിട്ട് ആളവിടെ പെട്ട് കിടക്കണ ഒരു വിവരം അറിഞ്ഞത്. അപ്പം അതിൽ ആ പാടത്ത് ഒരു മതിലും ഒരു ഗേറ്റും അതിൻ്റെ മുകളിൽ ആൾ തൂങ്ങി പിടിച്ചിട്ട് മണിക്കൂറുകളോളം ആളവിടെ കുറേ നേരം ആളവിടെ അതിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അതാണ് കാണാൻ പറ്റിയത്. മുട്ടിക്കൽ പാലത്തിന് സമീപം ഒരു കുടുംബത്തിലെ 5 പേരാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടിനുള്ളിൽ കുടുങ്ങിയത്. പാലത്തിന് മുകളിലൂടെ കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ വടം കെട്ടി ഒഴുക്ക് മുറിച്ചു കടന്നാണ് ഇവർ കുട്ടിയെയും വയോധികയെയും ഉൾപ്പെടെ 5 പേരെ രക്ഷപ്പെടുത്തിയത്. മേലുട്ടയിൽ സുരേഷ് കുമാറിനും കുടുംബാംഗങ്ങൾക്കുമാണ് ഇവരുടെ ധീരതയിൽ ജീവൻ തിരിച്ചു കിട്ടിയത്. പാലത്തിൻ്റെ മുകളിൽ കൂടെ അത്രയും നല്ല ഒഴുക്കിലായിരുന്നു വെള്ളം പോയിരുന്നത്. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് എല്ലാവരും കൂടി ക്രോസ് ചെയ്ത് കയറിൻ്റെ ഒരറ്റം പോയി അങ്ങനെ കൊടുത്ത് അവരൊരു പറമ്പൊക്കെ ഉണ്ട്. ആ പറമ്പിൽ കൂടെ തെങ്ങിൻ്റെ മുകളിൽ അതിവിടേക്ക് കെട്ടി ഇങ്ങനെ വെച്ചിട്ട് അത് തന്നെയാണ് നമ്മൾ അവരേനെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവന്നത്. ചെറിയ ഒരു 1.5 വയസ്സായ കുട്ടിയൊക്കെ അടക്കം ഉണ്ടായിരുന്നു അവിടെ. ധീരമായ പ്രവർത്തനം കാഴ്ചവെച്ച യുവാക്കളെ എരുമപ്പെട്ടി പഞ്ചായത്ത് ആദരിച്ചു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മുട്ടിക്കൽ സ്വദേശികളായ ബബിൻ ലാൽ, ലെബിൻ, വിജയൻ, കുണ്ടന്നൂർ സ്വദേശികളായ സുന്ദരൻ, ലിൻഡോ എന്നിവരെയാണ് പഞ്ചായത്തിൽ ആദരിച്ചത്. പ്രസിഡന്റ് മീന ശലമോന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പൊന്നാടയണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. വെള്ളപ്പൊക്കത്തിൽ നാട് മുഴുവൻ മരവിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഈ യുവാക്കൾ രക്ഷാദൗത്യം പൂർത്തിയാക്കിയത്. ധീരരായ യുവാക്കൾക്ക് TCV ചാനലിന്റെയും ആദരം. ക്യാമറമാൻ മുഹമ്മദ് റിയാസിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി, TCV ന്യൂസ്. ഉല്ലൂർ എസ്റ്റേറ്റിന് സമീപം ഹാർഡ്വെയർ കടയ്ക്ക് തീപിടിച്ചു. ഉല്ലൂർ സ്വദേശി ഡേവിസിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലാസ്റ്റിക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ശക്തമായ തീയും പുകയുമാണ് ഉയർന്നത്. പുതുക്കാട് നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ കെടുത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ചാലക്കുടിയിലെ പ്രളയക്കെടുതി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത BSF സേനാംഗങ്ങളെ മന്ത്രി AC മൊയ്തീൻ അഭിനന്ദിച്ചു. ചാലക്കുടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി AC മൊയ്തീൻ സേനാംഗങ്ങൾക്ക് അനുമോദനം അർപ്പിച്ചത്. ദുരിതബാധിതർക്ക് കേരള ഇലക്ട്രിക് വയറിംഗ് അസോസിയേഷൻ അംഗങ്ങളുടെ കൈത്താങ്ങ്. വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായ കൊരട്ടി കാടുകുറ്റി മേഖലയിലെ 240ഓളം വീടുകളിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുനർവൈദ്യുതീകരണം നടത്തി. അസോസിയേഷനിലെ നിരവധി അംഗങ്ങൾ പ്രവർത്തനത്തിൽ സഹകരിച്ചു. വെള്ളം നനഞ്ഞ സ്വിച്ചുകളും വയറിങ്ങുകളും ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി പുനഃസ്ഥാപിച്ചാണ് ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷനിലെ പ്രവർത്തകർ കാടുകുറ്റിയിലെ വീടുകളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. കാടുകുറ്റിക്ക് ശേഷം കൊടുങ്ങല്ലൂരിലും സേവനം നടത്തി വരികയാണ് ഇവർ. ഓണത്തിന് ശേഷം മാള, അഷ്ടമിച്ചിറ ഭാഗങ്ങളിലും ജില്ലയിൽ ഇത്തരം ആവശ്യമുയരുന്ന ഭാഗങ്ങളിലും സൗജന്യ സേവനം നൽകാൻ ഇവർ സന്നദ്ധരാണ്. സ്മാർട്ട് ഫോണുകളുടെ പുതിയ ജാലകം തുറന്ന് സാംസങ് നോട്ട് 9ന്റെ തൃശൂരിലെ ആദ്യ വിൽപ്പന വെണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ നടന്നു. ഉപഭോക്താക്കളായ P. അരുൺകുമാർ, PM നിഷിൽ, ആൽഫ പോൾ എന്നിവർക്ക് നൽകി സാരംഗം ശ്രീരാഗം ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഓണം പ്രമാണിച്ച് വമ്പിച്ച വിലക്കുറവിൽ മൊബൈൽ ഫോണുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ ഉപഭോക്താക്കൾക്ക് വേണൂസിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പ്രളയക്കെടുതിയിൽ കേടുപാടുണ്ടായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ സർവീസ് ചാർജ് ഈടാക്കാതെ സർവീസ് ചെയ്യാനും സ്പെയർ പാർട്സുകൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ട് നൽകാനും റിപ്പയർ ചെയ്യാനുമുള്ള അവസരവും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് പാട്ടരാക്കൽ അപ്ലയൻസ് സെയിൽസ് മാനേജർ അരുൺ പറഞ്ഞു. വേണൂസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ഈ വരുന്ന സീസണിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഓണം സീസണാണ് ഇലക്ട്രോണിക് ബിസിനസ്സിൽ ഒരു വലിയ ഭാഗം കച്ചവടം നടക്കുന്നത്. അപ്പോൾ ആ സീസണിൽ നമുക്ക് പരമാവധി വില കുറച്ച് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ 0% ഇൻട്രസ്റ്റിൽ, അതേപോലെ 0 ഡൗൺ പേയ്മെൻറ്റ് ഒന്നും അടയ്ക്കാതെ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ ഫിനാൻസ് കമ്പനിയുമായിട്ട് അയ്യപ്പ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഉപയോഗശൂന്യമായ സാധനങ്ങൾ തീർത്തും പറ്റാത്ത വഴി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ഒരു നല്ല വില കൊടുത്തുകൊണ്ട് തിരിച്ചെടുക്കുന്ന ബൈബാക്ക് ചെയ്യുന്ന ഒരു സംഭവം വേണൂസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ ഭൂമി വിണ്ടുകീറിയ സ്ഥലങ്ങൾ ഭൗമശാസ്ത്ര സംഘം പരിശോധിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ ചെമ്പംകണ്ടം, ചിറ്റക്കുന്ന്, ഉരുളൻകുന്ന്, കുളംകുണ്ട്, ഉദയനഗർ, പയ്യനം, പാണഞ്ചേരി പഞ്ചായത്തിലെ വട്ടപ്പാറ എന്നിവിടങ്ങളിലാണ് ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയത്.
ദുരിതബാധിതർക്ക് കൈത്താങ്ങായി തൃശൂർ അതിരൂപതയും. പ്രളയക്കെടുതിയുണ്ടായ ദിവസം മുതൽ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിലും സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്കായി പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും തുറന്നു നൽകണമെന്ന നിർദ്ദേശം വൈദികർക്കും സന്യസ്ത സ്ഥാപനങ്ങൾക്കും നൽകിയിരുന്നു. 40ഓളം ക്യാമ്പുകളിൽ നേരിട്ട് ആർച്ച് ബിഷപ്പ് സന്ദർശിക്കുകയും ചെയ്തു. രൂപത ആസ്ഥാനത്ത് ദുരിതബാധിതർക്ക് അവശ്യവസ്തുക്കൾ എത്തിച്ചു നൽകുന്നതിനായി കളക്ഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. അവശ്യവസ്തുക്കൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം ശുചീകരണത്തിനുള്ള സാധന സാമഗ്രികളും ക്യാമ്പുകളിൽ എത്തിച്ച് നൽകുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നവർക്ക് പ്രത്യേക കിറ്റുകളും നൽകുന്നുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അറിയിച്ചു. പള്ളി ഹാളുകൾ, സ്കൂളുകളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളായി. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഈ ക്യാമ്പുകളിലേക്ക് വസ്തുവകകൾ, സാധനങ്ങൾ, ആവശ്യമായിട്ടുള്ളവ കൊണ്ടുകൊടുക്കുകയുണ്ടായി എന്ന് സന്തോഷത്തോടെ പറയുകയാണ്. ചേറ്റുവയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഞ്ചാവുമായി എത്തി രക്ഷപ്പെട്ട പ്രതിയെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചേറ്റുവ സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ ഇസ്മയിലിനെയാണ് എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ AT ജോബിയും സംഘവും അറസ്റ്റ് ചെയ്തത്. വാണിജ്യം. പരിശുദ്ധ സ്വർണത്തിന്റെ പരിപൂർണതയുമായി അത്താണിക്ക് ഓണവിസ്മയം സമ്മാനിച്ച് സ്റ്റാർ ഗോൾഡ് ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചു. അത്താണി പള്ളിക്ക് എതിർവശം ആരംഭിച്ച സ്റ്റാർ ഗോൾഡ് ജ്വല്ലറി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബേബി ജോസ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർ ഗോൾഡ് പാർട്ട്ണർമാരായ TS സിനേഷ്, VG സന്തോഷ് എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 100% 916 BIS സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്റ്റാർ ഗോൾഡിൽ നിന്നും സ്വന്തമാക്കാം. IGI സർട്ടിഫൈഡ് ചെയ്ത ഡയമണ്ട് ആഭരണങ്ങളും സംശുദ്ധമായ വെള്ളി ആഭരണങ്ങളുമെല്ലാം സ്റ്റാർ ഗോൾഡിൽ ലഭ്യമാണ്. വിവാഹ പർച്ചേസുകൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ലഭിക്കും. മാസത്തവണയിൽ നിശ്ചിത തുക അടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനായി സുരക്ഷിതവും ലാഭകരവുമായ ഗോൾഡൻ ട്രീ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. ആരവങ്ങളും ആഘോഷങ്ങളുമില്ലാതെ മലയാളക്കര. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഓണമൊരുക്കി സന്നദ്ധ പ്രവർത്തകർ. പ്രളയബാധിത മേഖലയിൽ പകർച്ചവ്യാധികൾ പടരുന്നത് തടയാനും ദുരിതബാധിതരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പ്. ഓണാവധി കഴിയുന്നതോടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ പുനഃക്രമീകരിക്കും. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. സ്ലൂയിസ് വാൽവിന്റെ തകരാർ ഭാഗികമായി പരിഹരിച്ചു. ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദനം വീണ്ടും ആരംഭിച്ചു. പ്രളയക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത് 265 പേരെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 7000ഓളം വീടുകൾ പൂർണ്ണമായും 50,000ഓളം വീടുകൾ ഭാഗികമായും തകർന്നതായും മുഖ്യമന്ത്രി. കുതിരാനിലെ നിർമ്മാണം പൂർത്തിയായ തുരങ്കത്തിലൂടെ അവശ്യ സർവീസുകൾ ആരംഭിച്ചു. കാവൽ മാടങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്, കല്യാൺ ജ്വല്ലേഴ്സ്.